നമസ്കാരം. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക? അതുപോലെ തന്നെ ഇതുവരെ 1947 മുതൽ ഇപ്പോൾ 2025 വരെ എത്ര പ്രാവശ്യം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന വ്യക്തമായി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചും അതുപോലെ ഇന്ത്യൻ പാർലമെന്റ്, ഇന്ത്യൻ നിയമസഭകൾ, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് ഭരണ വ്യവസ്ഥിതി ഇവയെല്ലാം ഏത് തരത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352, 356, 360 എന്നിവയിലാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിൽ അനുച്ഛേദം 352 നാഷണൽ എമർജൻസിയെ കുറിച്ചും 356 സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥയെ കുറിച്ചും 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇതിൽ ആർട്ടിക്കിൾ 352 പറയുന്നത് എന്തെന്നാൽ, ബാഹ്യമായ ആക്രമണം ഉണ്ടായാലോ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ്, അതായത് ആഭ്യന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാലോ ഇന്ത്യയിൽ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം എന്നാണ്. ഈ ഒരു വകുപ്പിൽ 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോയിലെ വരും ഭാഗങ്ങളിൽ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എങ്ങനെയെന്നാൽ, ഒരു സംസ്ഥാനത്തിന് ഭരണഘടനയ്ക്ക് അനുസൃതമായി ആ ഒരു സംസ്ഥാന ഭരണം കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കാതെ വന്നാൽ ഇക്കാര്യം രാഷ്ട്രപതിക്ക് ഗവർണർ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിട്ടുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഈ അനുച്ഛേദ പ്രകാരം സാധിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ രാഷ്ട്രപതിക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഗവർണറെയോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരികളെയോ അതാത് സംസ്ഥാനങ്ങളിലെ ഭരണം ഏൽപ്പിക്കാൻ സാധിക്കും. 1951 മുതൽ തന്നെ ഈ അധികാരം രാഷ്ട്രപതി ഉപയോഗിക്കുന്നുണ്ട്. ഇത് പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയെ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാരിനെ പിരിച്ചുവിട്ടതും ഈ ആർട്ടിക്കിൾ 356 പ്രയോഗിച്ച് തന്നെയായിരുന്നു. നിരവധി തവണ സംസ്ഥാനങ്ങളെ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. ഇനി ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് നടപ്പിലാക്കുക. സാമ്പത്തികമായി വളരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് നീങ്ങുമ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യത്ത് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയിൽ 1947 ശേഷം ഇതുവരെയും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 352 പ്രകാരം നിരവധി തവണ നാഷണൽ എമർജൻസി രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ആ അടിയന്തരാവസ്ഥ 1968 വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ് സത്യം. ഇതിന്റെ ഇടയ്ക്ക് 1965 ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ അവസരങ്ങളിലും ഈ നാഷണൽ എമർജൻസി ഉണ്ടായിരുന്നു. 62 പ്രഖ്യാപിച്ച നാഷണൽ എമർജൻസി 68 വരെ നീണ്ടു നിന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഈ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയായിരുന്നു ഈ അടിയന്തരാവസ്ഥ ഒഫീഷ്യലായി പിൻവലിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് 1975 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വീണ്ടും ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നത്. 1975 ജൂൺ 25 ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ 1977 മാർച്ച് മാസം വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നാം പരിശോധിക്കുന്നത് ഈ ഒരു നാഷണൽ എമർജൻസി ഏതൊക്കെ കാരണങ്ങളാൽ ഏർപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു ഇന്ത്യയിൽ 62 മുതൽ അടിയന്തരാവസ്ഥ പല കാലഘട്ടങ്ങളിലായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു നടപ്പിലാക്കിയത് എന്ന് വിശദമായി നാം ഒന്ന് പരിശോധിക്കുന്നു. 62 അടിയന്തരാവസ്ഥ എക്സ്റ്റേണൽ എഗ്രഷൻ, അതായത് പുറത്തു നിന്ന് ഒരു ശത്രു രാജ്യം ഇന്ത്യയെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അത് പ്രകാരമാണ് ഈ ഒരു അടിയന്തരാവസ്ഥ 62 പ്രഖ്യാപിച്ചത്. അതേ കാരണം കൊണ്ട് തന്നെയായിരുന്നു 65 അടിയന്തരാവസ്ഥ, അതായത് 62 അടിയന്തരാവസ്ഥ അങ്ങനെ നീണ്ടു പോവുകയായിരുന്നു 68 വരെ. 1971 അടിയന്തരാവസ്ഥ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ മുൻനിർത്തിയായിരുന്നു. ഇതും എക്സ്റ്റേണൽ എഗ്രഷൻ എന്ന കാരണം കൊണ്ട് തന്നെയായിരുന്നു 71 അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചത്.
ഇനി 1975 അടിയന്തരാവസ്ഥയ്ക്ക് കാരണം ഇതൊന്നും തന്നെ അല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1975 അടിയന്തരാവസ്ഥ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന കാരണം കൊണ്ടായിരുന്നു. കാരണം ആഭ്യന്തര കലഹം, ഇന്ത്യക്കകത്തുള്ള സ്ഥിതി സുഗമമല്ല, അല്ലെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തരമായുള്ള സ്ഥിതി വിശേഷം അത് ഡിസ്റ്റർബ്ഡ് ആണ് ഗവൺമെന്റിന് എന്നുള്ള കാരണം കൊണ്ടായിരുന്നു 75 എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് കൊണ്ട് എന്താണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്ന് ഉദ്ദേശിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു 1971 ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. 1971 ജനറൽ ഇലക്ഷനിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നായിരുന്നു ഇന്ദിരാഗാന്ധി മത്സരിച്ചത്. ആ മണ്ഡലത്തിലെ ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥി രാജ് നാരായൺ സിംഗ് ആയിരുന്നു. ഇങ്ങനെ ഈ ഒരു ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി വിജയിക്കുകയും അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്തു. ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപും അവർ തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന രാജ് നാരായൺ സിംഗ് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി കാൻഡിഡേറ്റ് ആയിരുന്നു അദ്ദേഹം ഈ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി അവരുടെ ഔദ്യോഗിക പദവിയും സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് 71 പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി അലഹാബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് നൽകുകയുണ്ടായി. 1975 ജൂൺ 12 അലഹാബാദ് ഹൈക്കോടതി ഈ ഒരു കേസിൽ വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. 7 കാരണങ്ങളാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ് നാരായൺ സിംഗ് ഉന്നയിച്ചിരുന്നത്. അതിൽ 2 കാരണങ്ങളിൽ കുറ്റക്കാരിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് അലഹാബാദ് ഹൈക്കോടതി കണ്ടെത്തുകയും അവർ അവരുടെ ഔദ്യോഗിക പദവി, ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അവർ അവരുടെ ഔദ്യോഗിക അധികാരങ്ങൾ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് അലഹാബാദ് കോടതി കണ്ടെത്തി. എങ്ങനെയെന്നാൽ അവരുടെ ഒരു സ്റ്റാഫിനെ തന്നെ ഇലക്ഷനോടനുബന്ധിച്ച് അദ്ദേഹം റിട്ടയർഡ് ചെയ്തിരുന്നുവെങ്കിലും ഈ ഇലക്ഷന് വളരെ മുൻപ് തന്നെ തന്റെ അധികാരങ്ങളും തന്റെ സ്റ്റാഫിനെയും ഈ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും ഭരണ സംവിധാനങ്ങളും പണവും അതുപോലെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചാണ് പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചതെന്ന് അലഹാബാദ് ഹൈക്കോടതി 1975 ജൂൺ 12 വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഹൈക്കോടതി വിധി എന്തെന്നാൽ 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് ഇനി മത്സരിക്കാൻ സാധിക്കുകയില്ല എന്നും ദി പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് 1951 പ്രകാരം 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വിലക്കുകയും അവരുടെ MP സ്ഥാനം ഹൈക്കോടതി റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ വളരെ വലിയ ഒരു തിരിച്ചടിയാണ് ഈ ഒരു ഹൈക്കോടതി വിധിയിലൂടെ ഇന്ദിരാഗാന്ധിക്ക് നേരിടേണ്ടി വന്നത്. അവർ ഈ വിധിയിൽ തൃപ്തയായിരുന്നില്ല. അവർ നേരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയും 1975 ജൂൺ 24 സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്തെന്നാൽ ഈ ഒരു കേസിന്റെ വാദം പൂർത്തിയാകുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷേ പാർലമെന്റിൽ നടക്കുന്ന യാതൊരുവിധ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കാനോ ഒപ്പുവെക്കാനോ അധികാരം ഉണ്ടായിരിക്കുകയില്ല എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ജൂൺ 24 വിധി പുറപ്പെടുവിച്ചു. ഈ വിധിയും ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു. അലഹാബാദ് കോടതി ഇന്ദിരാഗാന്ധിയുടെ MP സ്ഥാനം റദ്ദ് ചെയ്യുകയും അവരെ 6 വർഷത്തേക്ക് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് ആക്ട് 1951 പ്രകാരം 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുന്നത്. അവിടെ നിന്നും ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ ഒരു വിധി അല്ല വന്നിരിക്കുന്നത്. അതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയും ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയുമാണ് ചെയ്തത്. ആ വിധിയും ഇന്ദിരാഗാന്ധിക്ക് എതിരായിരുന്നു. ഈ ഒരു അവസരത്തിൽ ജൂൺ 24 സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വരികയും ജൂൺ 25 ഇന്ദിരാഗാന്ധി രാജ്യത്ത് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. കാരണമായി അവർ പറഞ്ഞിരുന്നത് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഈ ഒരു കോൺഗ്രസ് സർക്കാർ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു ഇത്. നമുക്കറിയാം, ബീഹാറിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വളരെ വലിയ ഒരു മൂവ്മെന്റ്സ് ഈ ഒരു കോൺഗ്രസ് സർക്കാരിനെതിരെ തന്നെ നടന്നുകൊണ്ടിരുന്നു. അതിനെ തുടർന്ന് ബീഹാറിന്റെ കോൺഗ്രസ് സർക്കാർ മുഖ്യമന്ത്രിയെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് മാറ്റേണ്ടി വന്നു. അതോടൊപ്പം ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാരിന് ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ വലിയ തോതിലുള്ള പരാജയമാണ് ഗുജറാത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇങ്ങനെ എല്ലാ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ
ഉയർന്നു വന്നിരുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും തന്നെയായിരുന്നു. സ്വജനപക്ഷപാതം, അഴിമതി, അങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ട് പ്രതിഷേധം നേരിട്ടുകൊണ്ടിരുന്ന ഒരു സംസ്ഥാന സർക്കാരുകൾ, കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം ജയപ്രകാശ് നാരായൺ വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് രാജ്യത്ത് എമ്പാടും സഞ്ചരിച്ചു കൊണ്ടുണ്ടാക്കിയത്. അദ്ദേഹം 1975 ജൂൺ 25 തീയതി ദില്ലിയിൽ രാംലീല മൈതാനത്ത് വെച്ച് വളരെ വലിയൊരു റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ഈ റാലിയിൽ ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. ഇത് ദില്ലിയിൽ ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന് താഴെ നടന്ന കോൺഗ്രസ് സർക്കാരിനെതിരെയുള്ള വളരെ വലിയ ഒരു റാലിയായിരുന്നു ജയപ്രകാശ് നാരായൺ സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഈ റാലിയിൽ പങ്കെടുത്ത ജനബാഹുല്യം തന്നെ ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതി ജൂൺ 24 തീയതി ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു വിധി പ്രഖ്യാപിച്ച ഉടൻ തന്നെ അവർ ചെയ്തിരുന്ന സിദ്ധാർത്ഥ റെഹിയുമായി കൂടിയാലോചിക്കുകയും വളരെ വേഗം തന്നെ എമർജൻസിക്ക് വേണ്ടിയുള്ള കോപ്പുകൂട്ടലുകൾ നടത്തുകയുമാണ് അവർ ചെയ്തത്. നമുക്കറിയാം, 1975 ഇന്ദിരാഗാന്ധി 2 പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചെയ്യുകയുണ്ടായി. ഒന്ന് 38ാം ഭരണഘടനാ ഭേദഗതിയും 39ാം ഭരണഘടനാ ഭേദഗതിയും. ഈ 2 ഭരണഘടനാ ഭേദഗതിയിലും അവരുടെ അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്. 38ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അടിയന്തരാവസ്ഥ സമയങ്ങളിൽ രാഷ്ട്രപതിയോ ഗവർണറോ അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റീവ്സോ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾക്കെതിരെ കോടതിയിൽ പോകാൻ സാധിക്കുകയില്ല, കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല എന്നാണ് 38ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ 39ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പറയുന്നത് എന്തെന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. അതായത് ഒരു പ്രാവശ്യം പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു പരാതിയുമായി നമുക്ക് ഒരു കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല എന്നാണ് 39ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്. ഈ 2 ഭരണഘടനാ ഭേദഗതികളും നടത്തിയിരിക്കുന്നത് 1975 ഈ ഒരു അടിയന്തരാവസ്ഥ മുന്നിൽ കണ്ട് അല്ലെങ്കിൽ കോടതി 1975 ജൂൺ 12 24 തീയതിക്കും ഇന്ത്യയിലെ ഹൈക്കോടതി, അലഹബാദ് ഹൈക്കോടതിയും ഇന്ത്യയുടെ സുപ്രീം കോടതിയും 2 സുപ്രധാന വിധികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ പുറപ്പെടുവിച്ചു. ആ വിധികളെ മറികടക്കാൻ വേണ്ടിയാണ് 39ാം ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്. അതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട്. എന്തെന്നാൽ തങ്ങൾ, അതായത് ഒരു രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെയും ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെയും പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനെയും ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിനെയും നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. അവർ ഇന്ത്യൻ നിയമത്തിന് അതീതരാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ കോടതികൾക്ക് മേലെയാണ് ഈ സ്ഥാനങ്ങൾ എന്നാണ് 39ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി സ്ഥാപിക്കാൻ ശ്രമിച്ചത്. തന്റെ അധികാരം കോടതി എടുത്തു കളഞ്ഞപ്പോൾ തനിക്ക് മത്സരിക്കാൻ ഇനി 6 വർഷത്തേക്ക് മത്സരിക്കാൻ സാധിക്കുകയില്ല എന്നും തന്റെ MP സ്ഥാനം തന്നെ റദ്ദ് ചെയ്യുകയും ചെയ്ത ഹൈക്കോടതി വിധിയും അതോടനുബന്ധിച്ച് വന്ന സുപ്രീം കോടതി വിധിയെയും മറികടക്കാൻ വേണ്ടിയാണ് 39ാം ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ വന്ന കോടതി വിധികളും അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരിനെതിരെ രാജ്യത്തെമ്പാടും ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെയുമാണ് ഇന്ദിരാഗാന്ധി ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആയി വ്യാഖ്യാനിക്കുകയും അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതായത് ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നത് കോൺഗ്രസ് സർക്കാരിന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്തെന്നാൽ അവരുടെ അഴിമതി, അവരുടെ കെടുകാര്യസ്ഥത തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ രാജ്യത്തെമ്പാടും അലയടിക്കുകയും അതിൽ അടിപതറിയ ഈ കോൺഗ്രസ് പാർട്ടിയും അധികാരം നഷ്ടപ്പെട്ട ഇന്ദിരാഗാന്ധിയും ഇത് രണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ഒരു അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിച്ചത്, നടപ്പിലാക്കിയത് എന്ന് കാര്യങ്ങൾ വിശദമായി പഠിച്ചാൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്തെന്നാൽ ഒരു ഇന്റേണൽ ഡിസ്റ്റർബൻസ് രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. 1975 ജൂൺ 25 തീയതി ജയപ്രകാശ് നാരായണന്റെ റാലിയോടുകൂടി ഇന്ദിരാഗാന്ധി വളരെയധികം ഭയപ്പെട്ടു. ഇന്ത്യയുടെ നിയമമന്ത്രിയായി പോലും പിന്നീടാണ് അവർ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജൂൺ 25 ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുമായിരുന്നു ഇന്ദിരാഗാന്ധി ചെയ്തത്. അതിനുശേഷം ജൂൺ 26 തീയതിയാണ് ഈ ക്യാബിനറ്റിനോട് പോലും ഇന്ദിരാഗാന്ധി ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. അവർ ഒരു തീരുമാനമെടുക്കുകയും അവരുടെ വിശ്വസ്തരുമായി മാത്രം കൂടി ആലോചിക്കുകയും ചെയ്ത് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയായിരുന്നു 1975 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബംഗാളിന്റെ താത്കാലിക മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധാർത്ഥ് ശങ്കർ റേയുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റുമായും ഇവർ ഇത്തരം കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. ഈ ഒരു സിദ്ധാർത്ഥ് ശങ്കർ റേയുമായി
എയുമായി ഇന്ദിരാഗാന്ധി നടത്തിയ കൂടിക്കാഴ്ചയെ പറ്റി ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയുടെ ദി ഡ്രമാറ്റിക് ഡെക്കേഡ് എന്ന ബുക്കിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണന്റെ എല്ലാത്തരം മൂവ്മെന്റുകളെയും പ്രതിഷേധങ്ങളെയും ഇന്ദിരാഗാന്ധി ഭയപ്പെട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ജയപ്രകാശ് നാരായണനെ കൂട്ടുപിടിച്ച് തന്നെ താഴെ ഇറക്കാൻ വേണ്ടി ചരടുകൾ വലിക്കുന്നു എന്ന് ഇന്ദിരാഗാന്ധി വിശ്വസിച്ചിരുന്നു. ഈ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് മുൻപ് അമേരിക്ക സന്ദർശിക്കുകയും റിച്ചാർഡ് നിക്സണുമായി നടന്ന മീറ്റിംഗിൽ ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത് പാകിസ്ഥാന് ആയുധങ്ങൾ സപ്ലൈ ചെയ്യരുത് എന്നായിരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ മാനിക്കാതെ അമേരിക്ക ഈ യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ തുടർച്ചയായി തന്നോടുള്ള വിരോധം ഇവിടെ ജയപ്രകാശ് നാരായണനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ കോൺഗ്രസിനെതിരായി ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ ഒരു കൈകൾ ഉണ്ട് എന്നും വിശ്വസിച്ചിരുന്നു ഇന്ദിരാഗാന്ധി. കാതറിൻ ഫ്രാങ്കിന്റെ ഇന്ദിര ദി യൂസ് ഓഫ് ഇന്ദിര നെഹ്റു ഗാന്ധി എന്ന ബുക്കിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ തന്റെ അധികാരം നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ പ്രതിരോധത്തിലാകുന്നു എന്ന് കണ്ടുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ആകമാനം അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയായിരുന്നു 1975 എന്ന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ രാജ്യത്ത് ഒരു തരത്തിലുള്ള ഇന്റേണൽ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ എഗ്രഷനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇവർ നടപ്പിലാക്കിയ ഈ ഭരണഘടനാ ഭേദഗതികൾ 38ാം ഭരണഘടനാ ഭേദഗതി, 39ാം ഭരണഘടനാ ഭേദഗതി, അതുപോലെ തന്നെ 42ാം ഭരണഘടനാ ഭേദഗതി. ഈ 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അതായത് ഭരണഘടനയുടെ ആമുഖം മുതൽ അവസാനം വരെ ഒരുവിധം എല്ലാ അനുച്ഛേദങ്ങളെയും ഭേദഗതി ചെയ്തുകൊണ്ടായിരുന്നു ഈ 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. കാരണം വളരെ വലിയ മാറ്റങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു അടിയന്തരാവസ്ഥയിൽ പ്രതിപക്ഷമില്ല. എല്ലാ പ്രതിപക്ഷ നേതാക്കളും ജയപ്രകാശ് നാരായൺ, എ ബി വാജ്പേയി, എൽ കെ അദ്വാനി, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, ജോർജ് ഫെർണാണ്ടസ് തുടങ്ങി എല്ലാ പ്രമുഖ ദേശീയ നേതാക്കളെയും തടവറയിലാക്കിക്കൊണ്ട് പാർലമെന്റിനെ നിശ്ചലമാക്കിക്കൊണ്ട് തന്റെ ഏകാധിപത്യ നിയമങ്ങൾ, തീരുമാനങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നടപ്പിലാക്കുകയായിരുന്നു ചെയ്തത്. നമുക്കറിയാം ജോർജ് ഫെർണാണ്ടസ് ആ സമയത്ത് വളരെ വലിയ ഒരു മൂവ്മെന്റ് റെയിൽവേയിൽ നടത്തുകയുണ്ടായി. ജോർജ് ഫെർണാണ്ടസിന്റെ പ്രതിഷേധങ്ങൾ മൂലം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേ സ്തംഭിക്കുകയാണ് ചെയ്തത്. 1975 ഈ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുൻപ് നടന്ന സംഭവമാണിത്. ഇന്ത്യയിലെ ചരക്ക് നീക്കം അതുപോലെ തന്നെ റെയിൽവേ ഗതാഗതം സ്തംഭിച്ചു ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ. ഇതും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഒരു കാരണമായി തീർന്നു. കാരണം കാര്യങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ കൈവിട്ടുപോയി. പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി തന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും കോൺഗ്രസ് സർക്കാരിനെതിരെയും നടന്നുകൊണ്ടേയിരുന്നു. ഇതിൽ ഭയം കൊണ്ട, ഇതിൽ ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിൽ, അധികാരം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ, കോടതി വിധി പോലും തനിക്കെതിരായ ഈ ഒരു അവസ്ഥയിലാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അല്ലാതെ രാജ്യത്ത് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് കാര്യങ്ങൾ പഠിച്ചാൽ, ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഇനി 42ാം ഭരണഘടനാ ഭേദഗതി എന്താണ് എന്ന് ചെറുതായി നമുക്കൊന്ന് നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി ആമുഖം മുതൽ ഏതാണ്ട് അവസാനം വരെ തന്നെ നിരവധി ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുകയുണ്ടായി. സോഷ്യലിസം, സെക്യുലറിസം തുടങ്ങിയവ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കൂടാതെ മൗലിക അവകാശങ്ങളിലെ 31, 32 വകുപ്പുകൾ ഭേദഗതി വരുത്തി. അതുപോലെ നിർദ്ദേശക തത്വങ്ങളിൽ 43, 48 വകുപ്പുകൾ ഭേദഗതി വരുത്തി. കൂടാതെ മൗലിക കടമകളെ ഉൾക്കൊള്ളിക്കുന്ന, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾക്കൊള്ളുന്ന ഭാഗം നമ്മുടെ DPSPക്ക് ശേഷം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് ശേഷമാണ്. കൂടാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിക്കുന്ന 55, 74, 76 എന്നീ വകുപ്പുകൾ, പാർലമെന്റിനെ സംബന്ധിക്കുന്ന 81, 82, 83, 100, 103, 105, 118 എന്നീ വകുപ്പുകൾ, കൂടാതെ ജുഡീഷ്യറിയെ സംബന്ധിക്കുന്ന, കേന്ദ്ര ജുഡീഷ്യറിയെ സംബന്ധിക്കുന്ന 131, 139, 144, 145 വകുപ്പുകളെല്ലാം തന്നെ ഈ ഭേദഗതി ചെയ്യപ്പെട്ടവയാണ്. ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിക്കുന്ന 166 വകുപ്പ്, സംസ്ഥാന നിയമസഭയെ സംബന്ധിക്കുന്ന 170, 172, 189, 191, 192, 194, 208 എന്നീ വകുപ്പുകളും ഭേദഗതി ചെയ്യപ്പെട്ടു. കൂടാതെ ഹൈക്കോടതികളെ സംബന്ധിക്കുന്ന 117, 226, 227, 228 എന്നീ വകുപ്പുകളും, സർവീസുകളെ സംബന്ധിക്കുന്ന 311, 312 എന്നീ വകുപ്പുകളും ഭേദഗതി ചെയ്യപ്പെട്ടു. കൂടാതെ
ട്രിബ്യൂണൽസ് എന്ന പേരിൽ ഒരു പുതിയ ഭാഗം തന്നെ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. മാറ്റം വരുത്തിയ മറ്റ് വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇവയാണ് 150, 352, 353, 356, 357, 358, 366, 368. ഇതിനും പുറമെ ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 ലിസ്റ്റുകൾ, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയിലെല്ലാം തന്നെ സാരമായ മാറ്റങ്ങൾ ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ചെയ്തു. അങ്ങനെ തികച്ചും ഏകാധിപത്യപരമായ തീരുമാനമായിരുന്നു ഈ 75ലെ അടിയന്തരാവസ്ഥ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 മാർച്ച് മാസത്തിൽ പുതിയ പാർലമെന്റ് നിലവിൽ വന്നു, ഇലക്ഷൻ നടന്നു, അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു. അതിനുശേഷം നടന്ന ഇലക്ഷനിൽ ഈ കോൺഗ്രസ് സർക്കാർ അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം എന്തെന്നാൽ ഈ അടിയന്തരാവസ്ഥ അങ്ങനെയുള്ളതായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന, ഒരു ഇരുട്ടി വെളുക്കുമ്പോൾ തങ്ങളുടെ അവകാശങ്ങളെല്ലാം കവർന്നെടുക്കപ്പെട്ട ഒരു ജനതയായി നാം മാറി 1975 ജൂലൈ 26-ാം തീയതി പുലർച്ചെ എന്നുള്ളതായിരുന്നു സത്യം. അതിനുശേഷം വന്ന സർക്കാർ, ജനതാ പാർട്ടി സർക്കാർ 44ാം ഭരണഘടനാ ഭേദഗതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണത്തെ, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നതിനെ ആംഡ്, ഒരു സായുധ സമരം അല്ലെങ്കിൽ ഒരു സായുധ കലാപം ഇങ്ങനെ രാജ്യത്തിനകത്ത് ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പ്രഖ്യാപിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥയെ നമുക്ക് കോടതിയിൽ, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കും. ആ ഒരു ഇന്ദിരാഗാന്ധി അങ്ങനെ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വകുപ്പ് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തിരുന്നു. അതിനുശേഷം വന്ന, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന സർക്കാർ, ജനതാ പാർട്ടി സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ മാറ്റം വരുത്തുകയുണ്ടായി. ഇപ്പോൾ രാജ്യത്തിനകത്ത് ഒരു സായുധ കലാപം നടന്നാൽ മാത്രമാണ് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇഗ്രഷൻ, പുറത്തു നിന്നുള്ള രാജ്യം ആക്രമിക്കുക അല്ലെങ്കിൽ നാം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക, അങ്ങനെ വന്നാലും അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ സാധിക്കും. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നത് മാറ്റി ആംഡ്, ഒരു സായുധ കലാപം എന്നാക്കി മാറ്റി 44ാം ഭരണഘടനാ ഭേദഗതിയിൽ. ഇങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു സ്വന്തം താല്പര്യപ്രകാരം സുപ്രീം കോടതി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഹൈക്കോടതി ഒരു വ്യക്തിയുടെ അധികാരം കവർന്നെടുത്തപ്പോൾ, അല്ലെങ്കിൽ അവർ അനധികൃതമായി ദുരുപയോഗം ചെയ്തുകൊണ്ട് നേടിയെടുത്ത അധികാരങ്ങൾ അങ്ങനെയാണ്, അത് വിലക്കിക്കൊണ്ട് ഒരു ഉത്തരവുണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ, കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയായിരുന്നു 1975 എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ, രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ വളരെ ചുരുക്കിയാണ് നാം ഒന്ന് പരിശോധിച്ചത്. വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ലെങ്തി ആയി പോകും വീഡിയോ എന്നുള്ളത് കൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.